അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായമായ സൂറത്തുൽ ഫജ്ർ ആണ്. ഈ ഒരു സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫജ്ർ എന്നും സൂറത്തു വൽ ഫജ്ർ എന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ഇതിൻ്റെ പേരുകളായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതിൽ. അതുപോലെ തന്നെ ഈ സൂറത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്കുള്ള ഒരു താക്കീതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചില സത്യപ്പെടുത്തലുകൾ നടത്തി പിന്നീട് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്കൊരു ബോധ്യപ്പെടുത്തൽ, മുമ്പ് കഴിഞ്ഞുപോയ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നവരായ ആളുകളുടെ പര്യവസാനം എന്താണെന്നും ധിക്കാരികളുടെ അവസ്ഥ എന്താണെന്നും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ സൂറത്തിൽ പരാമർശിക്കുന്നു. കുറച്ച് വലിയ ഒരു സൂറത്താണ്. ചെറിയ രൂപത്തിൽ നമുക്കതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. ഒന്നാമത്തെ ആയത്തിൽ ഒരൊറ്റ വാചകം മാത്രമേ ഉള്ളൂ. പ്രഭാതത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. ഈ സത്യപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്തിനാണ് സത്യപ്പെടുത്തൽ എന്നും എന്തിനെയൊക്കെ സത്യപ്പെടുത്താം എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്നാൽ ഇവിടെ പ്രഭാതം തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ അതിനെ ചെറിയ രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തുൽ ഫജ്ർ ആണെന്ന് പറഞ്ഞവരുണ്ട്. അഥവാ പ്രഭാത നമസ്കാരം, സുബഹ് നമസ്കാരത്തെക്കുറിച്ച് അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള നമസ്കാരമാണ് സുബഹ് നമസ്കാരം. എത്രത്തോളം എന്നാൽ സുബഹ് ജമാഅത്ത് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ, ജമാഅത്തായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം ആ സുബഹ് ജമാഅത്തിനുണ്ട്. അതുപോലെ തന്നെ സുബഹ് നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ റക്അത്ത് അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് സുബഹിന് മുമ്പ് അഥവാ സുബഹ് ബാങ്ക് വിളിച്ച് ആ ജമാഅത്ത് നമസ്കാരത്തിന്റെ മുമ്പായി അല്ലെങ്കിൽ സുബഹ് നമസ്കാരത്തിന്റെ മുമ്പായി നമ്മൾ നിർവഹിക്കുന്ന വളരെ ലഘുവായ 2 റക്അത്ത്. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് അതിൽ ചൊല്ലേണ്ടത്. അതിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ സുബഹ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ പരിഗണന ലഭിക്കുന്നതാണ്. മലക്കുകൾ ഈ ഭൂമിയിലേക്ക് 2 തരത്തിലാണ് വരുന്നത്. ഒരു ദിവസം സുബഹിന്റെ മുമ്പ് വരുന്ന മലക്കുകളുണ്ട്. അവർ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുക, ഭൂമിയിൽ നിന്ന് അവർ തിരിച്ചു പോകുന്നത് അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ്. അസറിന് മുമ്പ് വരുന്ന ആളുകൾ, അസറിന് മുമ്പ് വരുന്ന മലക്കുകൾ സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിനെ രണ്ടിനെയും വിശദീകരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയുള്ള മലക്കുകൾ പോകുന്ന സമയത്ത് അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടിമകളെ എങ്ങനെയാണ് വിട്ടുപോകുന്നത്? അവർ പറയും, ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തും നമസ്കാരത്തിലാണ്. അഥവാ സുബഹ് നമസ്കാരത്തിലെ ജമാഅത്തിനും അസർ നമസ്കാരത്തിന്റെ ജമാഅത്തിനുമുള്ള പ്രാധാന്യമാണ് അവിടെ വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം തന്നെയാണ് സത്യം. അതൊന്നുകിൽ സുബഹ് നമസ്കാരമാവാം, അല്ലെങ്കിൽ ആ ഒരു പ്രഭാതം എന്ന സമയമായിരിക്കാം. അതുമല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ വെള്ളിയാഴ്ചയിലെ സുബഹാണെന്ന് പറഞ്ഞവരുണ്ട്. കാരണം ഏറ്റവും ഫർള് നമസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ് വെള്ളിയാഴ്ചയിലെ സുബഹ് നമസ്കാരം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ വെള്ളിയാഴ്ചയെക്കുറിച്ചാണ് അല്ലെങ്കിൽ അതിലുള്ള സുബഹ് നമസ്കാരത്തെക്കുറിച്ചാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഒന്നാമത്തെ ആയത്ത് പ്രഭാതം തന്നെയാണ് സത്യം. രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. 10 രാത്രികളെ കുറിച്ചാണ് പറയുന്നത്. ഏതാണ് ഈ 10 രാത്രികൾ? ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ
ദുൽഹിജ്ജ മാസം അല്ല, മറിച്ച് റമദാനിലെ അവസാനത്തെ 10 കുറിച്ചാണ് ഈ പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞവരും ഉണ്ട്. വേറെ ചില ആളുകളാവട്ടെ മുഹറമിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ തെളിവിനോട് യോജിക്കുന്നത് ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ സൂറത്ത് അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരിക്കെ, അല്ലെങ്കിൽ ഈ സൂറത്ത് അവതരിച്ചു കൊണ്ടിരിക്കെ, മക്കക്കാരായ ആളുകൾ ദുൽഹിജ്ജ മാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവർ ദുൽഹിജ്ജ മാസത്തിലെ ഓരോ ദിവസങ്ങൾക്കും പ്രത്യേകത കൽപ്പിച്ചിരുന്നവരാണ്. അവരോടാണ് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 രാത്രികൾ തന്നെയാണ് സത്യം. കാരണം റമദാൻ മാസത്തിലെ നോമ്പും മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. മദീനയിൽ വെച്ചുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാകുന്നതും അതുപോലെ തന്നെ മറ്റു പല കർമ്മങ്ങളും നിർബന്ധമാകുന്നത്. എന്നാൽ ഈ ഒരു ആയത്തിൽ വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഇവിടെ ചില പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾക്കാണോ അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10നാണോ പ്രാധാന്യം, റമദാനിലെ അവസാനത്തെ 10നാണോ പ്രാധാന്യം? കാരണം രണ്ടും ഇസ്ലാമിക ലോകം വലിയ പോരിശയാക്കിക്കൊണ്ടാണ് എണ്ണിയിട്ടുള്ളത്. അപ്പൊ ഇതിന് പണ്ഡിതന്മാർ കൊടുത്തൊരു മറുപടിയുണ്ട്, വളരെ വളരെ കൃത്യമായൊരു മറുപടി. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾക്കാണ് റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. എന്നാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രിയേക്കാൾ ശ്രേഷ്ഠത റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ്. ആ വാചകങ്ങളിലെല്ലാം ഉണ്ട്. കാരണം ആദ്യത്തെ 10 പകലുകൾ എന്ന് പറയുമ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളിലാണ് ഒരുപാട് കർമ്മങ്ങൾ വരുന്നത്. അറഫ സംഗമം വരുന്നത്, അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ വരുന്നതൊക്കെ ദുൽഹിജ്ജയിലെ ആ പകലുകളിലാണ്. എന്നാൽ രാത്രിയെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് പ്രത്യേകത. എന്തുകൊണ്ട്? ലൈലത്തുൽ ഖദർ ഉള്ളത് ആ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾക്കാണ്, രാത്രി എന്ന നിലക്ക് റമദാനിനാണ് പ്രാധാന്യം എന്ന നിലക്കാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഞാൻ ഇവിടെ ഇത് സൂചിപ്പിക്കാൻ ഒരു കാരണം, നമ്മുടെ മുന്നിൽ റമദാൻ വരുന്നു. റമദാനിന്റെ അവസാനത്തെ 10 വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാണ്, വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ഇരട്ടയും ഒറ്റയും. എന്താണ് ഈ ഷഫ്അ്, വിത്ർ അല്ലെങ്കിൽ വത്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഷഫ്അ് എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. വിത്ർ അല്ലെങ്കിൽ വത്ർ രണ്ട് രൂപത്തിലും പറയാം. അതിന് ഒറ്റ എന്നാണ് അർത്ഥം. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്, ഷഫ്അ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചാണ്. കാരണം സൃഷ്ടികളൊക്കെ ഇരട്ടകളാണ്. ആണാണെങ്കിൽ ഒരു പെണ്ണുണ്ടാകും. എല്ലാത്തിനും ഒരു വിപരീത വശം അല്ലെങ്കിൽ അതിന് യോജിക്കുന്ന ഒരു സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അൽ വത്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹു ഒറ്റയാണ്. ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ ഒറ്റയാക്കണം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഷഫ്അ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരട്ടയാണെന്നും വത്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ അഥവാ അള്ളാഹുവിനെ കുറിച്ചാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില ആളുകളാവട്ടെ ഇത് നമസ്കാരങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമസ്കാരങ്ങളിൽ ഇരട്ടയായിട്ട് വരുന്ന നമസ്കാരങ്ങൾ, ളുഹ്ർ നമസ്കാരം, അസ്ർ, അതുപോലെ തന്നെ ഇശാ, സുബ്ഹ്, ഇത് നാലും ഷഫ്ആണ് അഥവാ ഇരട്ടയാണ് എന്നും, വിത്ർ എന്ന നിലക്ക് അല്ലെങ്കിൽ വത്ർ എന്ന നിലക്ക് ഒറ്റയായിട്ട് വരുന്നത് മഗ്രിബാണ് എന്ന നിലക്ക് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഏതായിരുന്നാലും ഇതിൽ ഒന്നാമത് പറഞ്ഞതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഷഫ്അ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ കുറിച്ചാണ്, വത്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ചുള്ളതാണ്. ഇനി നാലാമത്തെ ആയത്ത്, വല്ലൈലി ഇദാ യസ്ർ, രാത്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അത് തന്നെയാണ് സത്യം. രാത്രി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രി തന്നെയാണ് സത്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് രാത്രിയുടെ തുടക്കമാവാം, അല്ലെങ്കിൽ മധ്യ സമയമാകാം, അഥവാ അർദ്ധരാത്രിയാവാം, അല്ലെങ്കിൽ അവസാന സമയമാവാം. കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് രാത്രിയുടെ തുടക്കത്തെ കുറിച്ചാണ്. കാരണം
ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് വൽ ഫജ്ർ, പ്രഭാതത്തെ കുറിച്ചാണ്. പ്രഭാതം തന്നെയാണ് സത്യം. അതിന്റെ തുടക്കത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ അഞ്ചാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ആയത്തിൽ പറയുന്നത് രാത്രിയെ കുറിച്ചാണ്. ഇവിടെ 5 കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് പറഞ്ഞത്. ഒന്ന് പ്രഭാതത്തെ കുറിച്ച്, മറ്റൊന്ന് 10 രാത്രികളെ കുറിച്ച്, മറ്റൊന്ന് ഇരട്ടകളെ കുറിച്ച്, അതുപോലെ തന്നെ ഒറ്റയെക്കുറിച്ച്, ഇത് തന്നെ രാത്രിയെക്കുറിച്ച്. രാത്രി അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രി തന്നെയാണ് സത്യം. എന്നിട്ട് അള്ളാഹു പറയുന്നു അഞ്ചാമത്തെ ആയത്ത്, ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജർ, അതിൽ അഥവാ മേൽ പറഞ്ഞവിൽ കാര്യബോധമുള്ളവന് സത്യത്തിൽ വകയുണ്ട്, സത്യത്തിന് വകയുണ്ടോ? ഈ പറഞ്ഞ 5 കാര്യങ്ങളും സത്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അലം ചറ കൈഫ ഫഅല റബ്ബുക ബിആദ്, അലം ചറ, താങ്കൾ കണ്ടുവോ അല്ലെങ്കിൽ താങ്കൾ കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക ബിആദ്, നിന്റെ രക്ഷിതാവ് ആദ് സമുദായത്തെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്തുവെന്ന് താങ്കൾ കണ്ടുവോ? ഇവിടെ ഈ ആദ് എന്ന് പറഞ്ഞാൽ മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനതയെ കുറിച്ചാണ് ഈ പറയുന്നത്. ആദ് എന്നുള്ളത് അവരുടെ ആ സമൂഹത്തിന്റെ പേരാണ്, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ആദ് ബിന് ഇറം ബിന് ഔസ് ബിന് സാം ഇബിന് നൂഹ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലാണ് ഈ ആദ് എന്ന് പറയുന്ന വ്യക്തിയുള്ളത്. ഇറം എന്നുള്ളതും അവരുടെ വല്ലിപ്പമാരിൽപ്പെട്ട ഒരാളുടെ പേരാണ്. അതാണ് അടുത്ത ആയത്തിലും പറയുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാം ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഗോത്രത്തിലാണ് ഈ ഹൂദ് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. അവര് ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം ദീനിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിന്റെ താക്കീദിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അതിങ്ങോട്ട് പറഞ്ഞേക്ക്, അള്ളാഹിന്റെ ശിക്ഷയല്ലേ, ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. അവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇനി വിശദീകരിക്കുന്നത്. ഇറാമ ദാത്തിൽ ഇമാദ്, അതായത് തൂണുകളുടെ ഉടമകളായ ഇറം ഗോത്രത്തെ കൊണ്ട്. ഈ ആദ് എന്ന് പറയുന്ന ഗോത്രത്തിനെ തന്നെയാണ് ഇറം എന്നും പറയുന്നത്. ഇറം എന്നുള്ളത് ഒരാളുടെ പേരാണ്, അവരുടെ വല്ലിപ്പമാരിൽപ്പെട്ട ഒരാളുടെ പേരാണ്. ഇവിടെ തൂണിന്റെ ആളുകൾ അല്ലെങ്കിൽ തൂണിന്റെ ഉടമകൾ എന്നത് എന്തുകൊണ്ട് വിശദീകരിക്കുന്നു? ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇവര് മലകൾ, 2 മലകൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് അത് വീടാക്കി അങ്ങനെ ജീവിച്ച ആളുകളാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നും, അതല്ല വലിയ വലിയ തൂണുകളിലാക്കി അവരുടെ വീടുണ്ടാക്കി ആ വലിയ വലിയ തൂണുകളുടെ മുകളിൽ അവരുടെ വീടുണ്ടാക്കുകയും അതിൽ താമസിക്കുകയും ചെയ്തവരാണ് എന്ന നിലക്കും ഇതിനെ വിശദീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, തത്തുല്യമായിട്ടൊന്ന് രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഗോത്രം. ആ പറഞ്ഞത് ഈ ഒരു ആദ് ഗോത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറം ഗോത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് ഏറ്റവും ശക്തന്മാരായിരുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ശക്തന്മാരായിരുന്നു ഇവര്. അതുകൊണ്ടാണ് അവർ ആ ഒരു അഹങ്കാരം. അങ്ങനെയാണല്ലോ പല ആളുകൾക്കും. അള്ളാഹു എന്താണോ അവർക്ക് അനുഗ്രഹം നൽകുന്നത്, ആ അനുഗ്രഹം അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് പകരം ഇതൊക്കെ എൻ്റെ കഴിവാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ പണമാണ്, എൻ്റെ അധികാരം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ധിക്കരിച്ച ആളുകൾ, അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും നിന്ദ്യരാക്കിക്കൊണ്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശക്തരായിരുന്നു. അവർ വലിയ ശക്തന്മാരായിക്കൊണ്ടാണ് അള്ളാഹു എണ്ണിയിട്ടുള്ളത്. അവരെ പോലെ ഒരു സൃഷ്ടിപ്പ് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ശിക്ഷ വന്ന സമയത്തോ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അഹ്കാഫ് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഒരു പ്രദേശത്തായിരുന്നു ഇവരുടെ താമസമെന്നും അവരിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നുണ്ട് എന്ന് ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോ അവര് പറയാണ്, ആ വേഗം വരട്ടെ എന്നാ പറഞ്ഞേ, വേഗം വരട്ടെ, നമ്മൾ റെഡിയാണെന്നാ പറഞ്ഞേ. അതിനിടയിൽ അവർക്ക് കുറച്ച് വരൾച്ചയൊക്കെ ഉണ്ടായി, വെള്ളം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി അതിന്റെ തുടക്കത്തിൽ. അപ്പൊ അവർ കുറച്ചൊന്ന് പ്രയാസപ്പെട്ടു. ആ സമയത്ത് ഹൂദ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, നിങ്ങൾ മാറിക്കോളി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണമാണിത്, ഇതിലും വലിയ പരീക്ഷണം നിങ്ങൾക്ക് വരാനുണ്ട്, നിങ്ങൾ തെറ്റ് തിരുത്തിക്കോ, പശ്ചാത്തപിച്ചോ, അള്ളാഹുലേക്ക് മടങ്ങിക്കോ പറഞ്ഞു. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ തലയിലേക്ക് ആ ഒരു അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കൂലല്ലോ, എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ കണ്ടെത്താൻ നോക്കും. ഏതായിരുന്നാലും ഈ ഒരു വിഭാഗവും അങ്ങനെയായിരുന്നു. അവരും ന്യായങ്ങൾ കണ്ടെത്തി എന്ന് മാത്രമല്ല, അവർക്ക് വരൾച്ചകളൊക്കെ വന്ന സമയത്ത് പിന്നീട് കാണുന്നത്
അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ ഒരു ഇരുട്ട് പോലെ അല്ലെങ്കിൽ കറുത്തിരണ്ട മേഘം പോലെ എന്തോ ഒന്നിങ്ങനെ വരുന്നത് കണ്ടു. അപ്പൊ അവര് പറഞ്ഞു, അതാ ഞങ്ങൾക്കുള്ള മഴയാണ് വരുന്നത്. നല്ല കൂരിരുട്ടുള്ള രൂപത്തിലാണ് ആ മഴക്കാറ് വരുന്നത്, കാർമേഘമാണ് വരുന്നത്, ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് അവർ സമാധാനിച്ചു. പക്ഷേ ഹൂദ് നബി അലൈഹി സ്വലാമക്ക് മനസ്സിലായി അത് അള്ളാഹുവിന്റെ ശിക്ഷയായി. ഒരു കാറ്റാണ് വരുന്നത്, കൊടുങ്കാറ്റാണ് വരുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ മാറിക്കോ, അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നത്, പശ്ചാത്തപിച്ചോളിം. അവർ സ്വീകരിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വല്ലാതെ പരീക്ഷിച്ചു. എത്രയെന്ന് ചോദിച്ചാൽ 8 പകലുകളും 7 രാത്രികളും തുടർച്ചയായി കൊണ്ട് ആ കാറ്റ് അവരെ കടന്നിങ്ങനെ അവരെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് അവര് ആ പനകൾ ഇങ്ങനെ വെട്ടിയിട്ട പോലെ ഒരവസ്ഥയിലേക്ക്, അതൊക്കെ തല്ലി തകർത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ടു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയൊരു ചുഴലിക്കാറ്റ് വന്നാൽ തന്നെ കുറച്ച് 2019 ഉണ്ടായ ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. വെള്ളപ്പൊക്കത്തിന്റെ കൂടെ ചില ഭാഗങ്ങളിലൊക്കെ ശക്തമായ കാറ്റുണ്ടായപ്പോ ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡൊക്കെ തകർന്നു പോയതും പല വീടിന്റെയും റൂഫ് വരെ പാറിപ്പോയതൊക്കെ നമ്മൾ കണ്ടിട്ടാവും. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ. എന്നാൽ ശക്തമായി 8 പകലുകളും 7 രാത്രികളും ഒരു ഒരു നാടിനെ അള്ളാഹു ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. എന്തുകൊണ്ട്? അവർ ശക്തന്മാരാണ്, പക്ഷേ അള്ളാഹു അതിനേക്കാൾ ശക്തനാണ്. അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു, അവർക്ക് മാറാൻ അവസരങ്ങൾ കൊടുത്തു. അവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. അവസരങ്ങൾ ഒരുപാട് കിട്ടും. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ കഠിനമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ് അടുത്തൊരു വിഭാഗത്തെക്കുറിച്ച്. ഈ ആദ് ഗോത്രം കഴിഞ്ഞ ഉടനെ വന്ന വിഭാഗമാണ് സമൂദ് ഗോത്രം. നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. കദ്ദബത്ത് സമൂദ് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ ആരാണ് സമൂദ് ഗോത്രമെന്നും സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമായിട്ടുള്ള പരീക്ഷണമാക്കിയിട്ടുള്ള ആ ഒരു ഒട്ടകത്തെക്കുറിച്ചും അതിനെ അറുത്ത ആളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്. താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടമുണ്ടാക്കിയവരായ സമൂദ് ഗോത്രത്തെ കൊണ്ടും. ആ സമൂദ് ഗോത്രം ആരാണ് എന്നും അവരുടെ ചരിത്രമൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. അവര് വലിയ വലിയ മലകൾ, പാറകളൊക്കെ തുരന്നിട്ടാണ് അവര് വീടുണ്ടാക്കിയിരുന്നത്. എന്നിട്ട് അള്ളാഹു മൂന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച്, ആദ് സമുദായത്തെക്കുറിച്ചും സമൂദ് ഗോത്രത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വഫിർഔന ദിൽ ഔതാദ്. ഫിർഔന്, എങ്ങനെയുള്ള ഫിർഔനാണ്? ആണികളുടെ ആളായ ഫിർഔനിനെ കൊണ്ടും. ഈ ആണികളുടെ ആൾ, ഔത്താദ്, വത്തിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആണിന്ന്, ഔത്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണികൾ. ആണികളുടെ ആളായ ഫിർഔനും. ഇവിടെ ആണികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഫിർഔനിന്റെ വാക്കുകൾ, ആ ഒരു ശക്തി പ്രകടനം, അയാൾ എന്താണോ പറയുന്നത് അത് ഒരു ആണിയടിച്ച പോലെ ആളുകളുടെ മനസ്സിലേക്ക് തറച്ചു കയറി അവരതിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ. അയാൾ പറയാണ്, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അന റബ്ബുക്കുമുൽ അഅ്ലാ. അയാൾ പറഞ്ഞാൽ ആളുകൾ ശരി, നമ്മൾ വിശ്വസിച്ചു. നിങ്ങൾക്ക് ഞാനല്ലാതെ വല്ല രക്ഷിതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷിതാവ്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുകൾ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരുന്ന ആളാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അത് പിരമിഡുകളെ കുറിച്ചാണ് ഈ വത്തിദുകൾ അല്ലെങ്കിൽ ഔത്താദുകൾ എന്ന് പറയുന്നത്. കാരണം അതിങ്ങനെ ആ ഒരു കൂർത്തു നിൽക്കുന്ന ഒരവസ്ഥയിൽ. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്, ഈ ഒരു ഫിർഔന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ആളുകളെ മർദ്ദിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ ആണിയടിച്ച അങ്ങനെ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ മർദ്ദനമേൽപ്പിച്ചിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതാണ് ഒന്നുകൂടി ശരിയായിട്ടുള്ളത്. കാരണം ഒരുപാട് പ്രയാസപ്പെടുത്തിയ ആളായിരുന്നു, വിശ്വാസികളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആളായിരുന്നു ഈ ഫിർഔൻ. ആ ഫിർഔനിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദാഹരിക്കുകയാണ്. 3 വിഭാഗം ആളുകളെ: ആദ്, സമൂദ്, ഫിർഔൻ. എന്നിട്ട് അവരെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, അല്ലദീന തഗൗ ഫിൽ ബിലാദ്. നാടുകളിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഅക്സറു ഫീഹൽ ഫസാദ്. അവിടെ കുഴപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തവരാണ് അവർ. ഈ 3 വിഭാഗവും അങ്ങേയറ്റം അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ ഉപദ്രവിച്ച് അവരെ പ്രയാസപ്പെടുത്തി ധിക്കരിച്ച ആളുകളാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അതിനാൽ
നിന്റെ രക്ഷിതാവ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി വർഷിച്ചു. അള്ളാഹു ഇങ്ങനെ അവർക്ക് ശിക്ഷ എങ്ങനെ ചെറുതായിട്ട് കൊടുത്തു എന്നല്ല, ശിക്ഷ എങ്ങനെ ഒഴിച്ചു കൊടുത്തു. അഥവാ കുറച്ച് കുറച്ചായിട്ടല്ല, തുള്ളി തുള്ളിയായിട്ട് കൊടുത്തു എന്നല്ല, അവർക്ക് വേണ്ടുവോളം കൊടുത്തു. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വളരെ കുറഞ്ഞ രൂപത്തിലല്ല. അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിട്ടുവീഴ്ചയോടുകൂടി നന്നാവാനുള്ള അവസരങ്ങളൊക്കെ തന്നിട്ട് അത് സ്വീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കഠിനമായി കൊണ്ട് തന്നെ വരും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്. ഈ പറഞ്ഞതൊക്കെ ആർക്കാന്നറിയോ? മക്കയിലെ മുശ്രിക്കുകളായ ആളുകളോട് കൂടിയാണ്. കാരണം അവരുടെ മുമ്പ് അവരെക്കാൾ കരുത്തരായിരുന്ന, അവരെക്കാൾ കഴിവുണ്ടായിരുന്ന, അവരെക്കാൾ അധികാരമുണ്ടായിരുന്ന പലരും കഴിഞ്ഞുപോയി. ആദും സമൂദും ഫിറഔനും ഒക്കെ കഴിഞ്ഞുപോയി. അവരെയൊക്കെ അള്ളാഹു വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അള്ളാഹു പതിയിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ കാര്യത്തിൽ അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല. അള്ളാഹു കൃത്യമായി അതിനുള്ള ശിക്ഷ നൽകുക തന്നെ ചെയ്യും. ആ ഒരു ബോധ്യപ്പെടൽ കൂടി അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ കൂടി അറിയിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. എന്നാൽ മനുഷ്യനെ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും, എൻ്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്നാൽ അവനെ അഥവാ മനുഷ്യനെ അവൻ പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ഉപജീവനം ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അവൻ പറയും, എൻ്റെ രക്ഷിതാവ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. ഈ വാക്കുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്താണോ നമ്മൾ പറയുന്നത് അതാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പറയുന്നത്. ചില ആളുകൾ രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് പറയണം. അവർക്ക് ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ അവർ വലിയ സന്തോഷത്തിലോ, പടച്ചോൻ എനിക്ക് തന്നുട്ടോ, എനിക്ക് കിട്ടേണ്ടത് തന്നെയാണത്, കാരണം ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കണമല്ലോ, അപ്പൊ എനിക്ക് എന്തായാലും കിട്ടും, എന്നെ അള്ളാഹു എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു, എന്നെ ആദരിച്ചിരിക്കുകയാണ്, ഇതാ ഒരു ചിന്തിക്കുക. എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ, അവർക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ, അവരുടെ റിസ്ഖിൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അവർ പറയും, എന്താണ് പടച്ചോൻ എൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ. എത്ര എത്ര ആളുകളെ പറയണത്. പ്രിയപ്പെട്ടവർ, ചെറിയൊരു വിശദീകരണം അതിൽ പറയണം. ഒട്ടുമിക്ക ആളുകളും ഈ ഒരു തരത്തിലല്ലേ ഉണ്ടാവാറുള്ളത്. അവർക്ക് ഒരു അനുഗ്രഹം കിട്ടുന്ന സമയത്ത് അതിൽ വലിയ സന്തോഷം. അവർ മനസ്സിലാക്കുന്നില്ല ഈ അനുഗ്രഹം പരീക്ഷണമാണെന്ന ചിന്ത അവർക്കില്ല. സമ്പത്ത് കൊണ്ടും സമ്പത്ത് തരാതെയും അള്ളാഹു പരീക്ഷിക്കും. മക്കളെ നൽകിക്കൊണ്ടും മക്കളെ നൽകാതെയും അള്ളാഹു പരീക്ഷിക്കും. ആളുകളുടെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അള്ളാഹ്ക്കിൻ്റെ വലിയ ഇഷ്ടമാണ്, അള്ളാഹ്ക്കിൻ്റെ വലിയ ഇഷ്ടം, അതുകൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കുന്ന എവിടെ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമായിരുന്നു. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും, അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കും, അറിവ് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കും. എപ്പോഴും ദീന് കേൾക്കണം എന്നുള്ളത്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അവരെ അറിവുള്ളവരാക്കും. ദീന് പഠിക്കാനുള്ള ഒരു താല്പര്യം അതുണ്ടാകും. അല്ലാത്തവർക്കോ എല്ലാം ഒരു മടുപ്പായിരിക്കും. എന്തപ്പതൊക്കെ എപ്പോഴും ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ, ഇതിലൊന്നും ഒരു സുഖമല്ല. ഒരു അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുമ്പോൾ സമ്പത്ത് കൊടുക്കുന്നല്ല, പരീക്ഷണങ്ങൾ കൊടുക്കും, പരീക്ഷണങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിരാശരാകുന്നവരല്ല വിശ്വാസി. എന്തേ അള്ളാഹ് എൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ? ചില ആൾക്കാർ പറയണ വാക്ക, ഞാനിങ്ങനെ ദീനിയായിട്ട് ജീവിക്കുമ്പോഴാണ് ഈ പരീക്ഷണങ്ങളൊക്കെ. ഞാൻ പണ്ട് ഈ ജാഹിലിയത്ത് ഉണ്ടായിരുന്നു, ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നേ, എനിക്കൊരു ജാഹിലിയത്ത് ഉണ്ടായിരുന്നു, ഞാൻ അതിനൊന്നും ദീനൊന്നും ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്നു, അന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ദീനനുസരിച്ച് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര പരീക്ഷണ. പടച്ചോൻ എന്താ വീക്ഷിക്കണെന്നാവോ. പഴയ ഇടക്ക് ഇങ്ങനെ തോന്നും അങ്ങോട്ടൊക്കെ തിരിച്ചെന്നെ പോയാൽ മതിയായിരുന്നു, എന്നപ്പോൾ ഈ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ആ പറയുന്ന ആള് പരാജയപ്പെട്ടു. അള്ളാഹു ഒരു പരീക്ഷണം വരുത്തുമ്പോഴേക്ക് നിരാശയുള്ള വാക്കല്ല ഒരു വിശ്വാസി പറയാ. അള്ളാഹു തന്നും തരാതെയും പരീക്ഷിക്കും.
സമ്പത്ത് കിട്ടുമ്പോൾ അള്ളാഹ്ക്കിന്റെ വലിയ ഇഷ്ട എന്നല്ല, അത് സമ്പത്ത് നൽകിയിട്ട് അള്ളാഹ് പരീക്ഷിക്കുകയാണെന്നാ മനസ്സിലാക്കണ്ടേ. സമ്പത്തില്ലാതെ ചില പട്ടിണികളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കടവും ഒക്കെ വരുന്ന സമയത്ത് എന്തേ അള്ളാഹ് എന്നെ കൈവടിഞ്ഞോ എന്ന് പറഞ്ഞ് നിരാശപ്പെടണ്ട. ഇതൊരു പരീക്ഷണമാണ്. ഈ ലോകം അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണമായിട്ടാണ് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കി കൂടി കേൾക്ക്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു എത്രത്തോളം വലിയ പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ അവിടെ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ എന്താ വേണ്ടത്? കല്ലാ ബല്ല ചുക്കിരിമൂനൽ യതീം. അല്ല, പക്ഷെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. ഈ പരീക്ഷണം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പരീക്ഷണങ്ങൾ വരാനും, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് പ്രത്യേകം എടുത്തു പറയാണ്, നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. നമ്മളിതിനു മുമ്പ് ഈ യത്തീമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. 18-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല. ഇത് നമ്മൾ മിസ്കിനുകൾക്കുള്ള ഭക്ഷണത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചത് കൊണ്ട് പറയുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അനന്തരാവകാശ സ്വത്ത് നിങ്ങൾ വാരിക്കൂട്ടി തിന്നുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അനന്തരാവകാശികളുടെ സ്വത്ത് വാരിക്കൂട്ടി തിന്നുക. എന്താ പറഞ്ഞെന്നറിയോ? 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. യത്തീമുകളുടെ അവരുടെ സമ്പത്ത് അവർക്ക് കൊടുക്കേണ്ടതിന് പകരം സ്വന്തമാക്കുക. ചില ആളുകൾ മരണപ്പെടും, അവരുടെ മക്കൾ ചെറിയ മക്കളായിരിക്കും. അപ്പോ കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് എളാപ്പയോ മൂത്താപ്പയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ചില ആളുകൾ കടന്നു വരും. എന്നിട്ട് മെല്ലെ അത് അവരുടെ പേരിലേക്ക് മാറ്റും. ഈ യത്തീമുകൾക്ക് കൊടുക്കേണ്ട അവരുടെ സമ്പത്ത് ഇവരെന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ പേരിലേക്ക് മാറ്റുന്നൊരവസ്ഥ അള്ളാഹു വളരെ ഗൗരവത്തിൽ എണ്ണിയെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർ തിന്നുന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ എതിർത്തിട്ടുണ്ട്. 7 വൻപാപങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുകയും ചെയ്തിട്ടുണ്ട്. അക്കുലു മാലുൽ യതീം, യത്തീമിന്റെ സ്വത്തുക്കൾ തിന്നുക എന്നുള്ളത്. അഥവാ ഈ പറയുന്ന അനന്തരാവകാശികളായിട്ട് കിട്ടിയ ആളുകൾ, ഈ വാപ്പ മരണപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള കുട്ടികളുടെ സമ്പത്ത് ഒരാൾ എടുക്കുക എന്നുള്ളത് വലിയ തെറ്റായിക്കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. ധനത്തെ നിങ്ങൾ അമിതമായ തോതിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ തട്ടിപ്പ് നടത്തുന്നവര്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുന്നവര്, ചതി കാണിക്കുന്ന ആളുകള് ഒക്കെ സമ്പത്തിനോട് അങ്ങേയറ്റത്തെ ആർത്തിയുള്ളത് കൊണ്ടാ അവര് അത് ചെയ്യുന്നത്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞ എന്തിനാണെന്നറിയോ? അടുത്ത ആയത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹു ഇവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പല കാര്യങ്ങളും, യത്തീമിനെ സംരക്ഷിക്കലാവട്ടെ, അവരുടെ സമ്പത്ത് നേരെ അവർക്ക് തിരിച്ചു കൊടുക്കലാവട്ടെ, അല്ലെങ്കിൽ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കലാവട്ടെ, ഇതൊന്നും ചെയ്യാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ആയത്ത് കുറച്ച് ഗൗരവമുള്ളതായിരിക്കും. കാരണം അള്ളാഹു പറയുന്നു, കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക. അല്ല, ഭൂമി പൊടി പൊടിയായി പൊടിക്കപ്പെടുകയും. അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാ, അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറയാ. ഭൂമി പൊടി പൊടിയായി മാറ്റപ്പെടും. എന്നിട്ടോ വജാഅ റബ്ബുക വൽ മലകു സഫ്ഫൻ സഫ്ഫാ. നിന്റെ രക്ഷിതാവും അണിയണിയായി മലക്കുകളും വരികയും. പരലോകത്തേക്കുള്ള അവസ്ഥ പറയാണ്. അള്ളാഹു വരും, അതുപോലെ തന്നെ മലക്കുകളും വരും. അള്ളാഹു വരും, പരലോകത്ത് വരും. ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കും, നേർക്ക് നേരെ സംസാരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചക, നേർക്ക് നേരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കാണും. അപ്പോൾ ചില ആളുകൾ വലതുഭാഗത്തേക്ക് നോക്കും, അവരുടെ തെറ്റുകളല്ലാതെ മറ്റൊന്നും അവർ കാണൂല. ഇടതുഭാഗത്തേക്ക് നോക്കും, അപ്പോഴും അവർ തെറ്റുകളല്ലാതെ മറ്റൊന്നും കാണൂല. അവർ മുമ്പിലേക്ക് നോക്കും, കത്തിയാളുന്ന നരകമല്ലാതെ മറ്റൊന്നും അവർ കാണൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗുണ്ട്, മറക്കാൻ പറ്റൂല. നമ്മള് അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ നിൽക്കും. അള്ളാഹു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ, അണിയണിയായി മലക്കുകൾ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എന്താ പറയാപ്പോ? എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ വിഷയത്തിലൊക്കെ നമുക്കിപ്പോൾ ന്യായങ്ങളുണ്ട്. ഇപ്പൊ പല ന്യായങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് ഇന്ന കാരണം കൊണ്ടല്ലേ, എനിക്കതില്ലാത്തോണ്ടല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നത് കൊണ്ടല്ലേ.
അല്ലെ? പല തെറ്റുകളുടെ വിഷയം നമ്മൾ പറയുന്ന ന്യായങ്ങളാണ്. എന്നാൽ അത് അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ പറ്റുന്നതാണോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാചകം നോക്ക്. ആ ഒരു ദിവസം അഥവാ അന്ത്യനാളിൻ്റെ ആ ഒരു ദിവസം, വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ, അന്നേ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. എവിടെ നിന്നാണ് അവന് ഓർമ്മ വരുന്നത്? ഈ വാക്ക് വല്ലാത്തൊരു വാക്കാട്ടോ. ഈ ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ഒരു നിമിഷമുണ്ട്. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ എന്ന് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യുഅ്താ ബിജഹന്നം ലഹാ സബ്ഊന അൽഫ സിമാമിൻ മഅ കുല്ലി സിമാമിൻ സബ്ഊന അൽഫ മലക്. നാളെ പരലോകത്ത് നരകത്തെ കൊണ്ടുവരപ്പെടും. ആ നരകത്തിന് 70,000 കൊളുത്തുകൾ ഉണ്ടായിരിക്കും, 70,000 ചെങ്ങലകൾ. മഅ കുല്ലി സിമാമിൻ സബ്ഊന അൽഫ മലക്കിൻ, ഓരോ ചെങ്ങലയിലും 70,000 മലക്കുകൾ ഉണ്ടാകും. നരകത്തിന് 70,000 ചെങ്ങല, ഓരോ ചെങ്ങലയിലും 70,000 മലക്കുകൾ. 70,000 ഇൻറ്റു 70,000, 490 കോടിയോളം മലക്കുകളാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹ്. ആ നരകം ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇരമ്പൽ കേൾക്കുമ്പോഴേക്ക് സത്യനിഷേധികൾ ആകെ ബേജാറാവുന്ന, അവരെങ്ങനെ കാണുമ്പോഴാണ് നരകത്തിന്റെ ആ ഒരു ഇരമ്പൽ ഉണ്ടാവുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന വാചകം നോക്ക്, യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ, അന്ന് ആ മനുഷ്യന് ഓർമ്മ വരും. പക്ഷേ എന്നിട്ട് അള്ളാഹു ചോദിക്കാണ്, എവിടെ നിന്നാണ് അവനക്ക് ഓർമ്മ വന്നത്? അതായത് ഓന്റെ ജീവിതത്തിൽ ഓണ അത്രയും പറഞ്ഞു കൊടുത്തു, അവന്റെ ജീവിതത്തിൽ ഓരോന്നും പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവനത് സ്വീകരിച്ചില്ല. ഇപ്പൊ അവനക്ക് ബോധ്യപ്പെട്ടു. ഇനി ബോധ്യപ്പെട്ടിട്ട് ഇനി ഓർമ്മ വന്നിട്ട് എന്താ കാര്യമുള്ളത് എന്നാ ചോദ്യം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി എന്താണ് കാര്യമുള്ളത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അവൻ ഇനി ഒരു കാര്യമില്ല, അതുകൊണ്ട് വലിയ മെച്ചൊന്നുമില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ആ മനുഷ്യൻ പറയും, അവൻ പറയും, അയ്യോ, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പൊ ബോധ്യപ്പെടും, ആ ഒരു സമയത്ത് ബോധ്യപ്പെടും. നേർക്ക് നേരെ ആ അന്ത്യനാള് സംഭവിച്ച് അള്ളാഹു വന്ന് മലക്കുകൾ ഇറങ്ങി, അതുപോലെ തന്നെ മലക്കുകൾ ഇങ്ങനെ ആ ഒരു നരകത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോന്നും അവന്റെ കൺമുന്നിൽ ഇങ്ങനെ എത്തുമ്പോ അവൻ പറയും, ആവലാതിയോടെ വേവലാതിയോടെ പറയും, ഞാൻ അന്ന് നന്നായിരുന്നാ മതിയായിരുന്നു, അന്ന് എന്നോട് പറഞ്ഞപ്പോൾ സ്വീകരിച്ചാൽ മതിയായിരുന്നു, അന്ന് ഞാൻ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ നാക്കിൻ്റെ നീളത്തിനനുസരിച്ച് കൊണ്ട് വാക്സാമർത്ഥ്യത്തിലൂടെ ഞാൻ പല ആളുകളോടും തർക്കിച്ച് വിജയിച്ച് ഞാൻ നേടി. പക്ഷേ എനിക്കെപ്പ ബോധ്യപ്പെടുന്നു, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് നന്നായാ മതിയായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അപ്പോൾ അന്നേ ദിവസം അള്ളാഹു ശിക്ഷിക്കുന്ന പ്രകാരം ഒരാളും ശിക്ഷിക്കുകയില്ല. ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം അയാൾ അനുഭവിച്ചിട്ടുണ്ടോ അതൊന്നുമല്ല പരലോകം. ഇവിടെ അയാൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, പരലോകത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും വലിയ ശിക്ഷയും ഏറ്റവും വലിയ ബുദ്ധിമുട്ടും ആ പരലോകത്തായിരിക്കും ഉണ്ടാകുക. എന്നിട്ട് അള്ളാഹു പറയാണ്, വലാ യൂസിഖു വസാഖഹു അഹദ്, അവൻ പിടിച്ചു ബന്ധിക്കുന്നത് പോലെ ഒരാളും പിടിച്ചു ബന്ധിക്കുകയില്ല. പിടിച്ചു ബന്ധിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് കുതറി മാറാൻ കഴിയൂല. എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ചാടിപ്പോകും, ഈ ദുനിയാവിൽ ചിലപ്പോൾ നടക്കും. ഇവിടൊക്കെ എന്ത് കേസുണ്ടെങ്കിലും ശരി, അത് ആളുകളെ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നായകന്മാരെ ഇടപെട്ടിട്ടോ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടോ ഒക്കെ മെല്ലെ രക്ഷപ്പെടാൻ പറ്റും. അവിടുന്ന് അള്ളാഹുവിന്റെ ബന്ധിക്കലിൽ നിന്ന്, ആ ഒരു പിടിച്ചു വെക്കലിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ. ഇത്ര നേരം പറഞ്ഞത് സത്യനിഷേധികളെ കുറിച്ചാണെങ്കിൽ ഇനി പറയുന്നത് സത്യവിശ്വാസികളാണ്. നേരത്തെ പറഞ്ഞതൊക്കെ സത്യനിഷേധികൾ അനുഭവിക്കുന്ന നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആവലാതിയെക്കുറിച്ച് അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക.
ആ ഒരു പരലോകത്തിൽ അത് പറഞ്ഞ് അത് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നാണ്. അതിനോട് വലിയ സന്തോഷം എന്താ പ്രിയപ്പെട്ടവരെ? ഒരു സമാധാനമുള്ള ജീവിതം പരലോകത്തിന് കിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ വെറുതെ പറയല്ല. പൊതുവെ എല്ലാവരും പറയും, ഒരു തറവാട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ പറയും, നമ്മളൊന്ന് ഒറ്റയ്ക്ക് പോയ ഒരു സമാധാനമായിരുന്നു. ഒരു ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും ഒരു സമാധാനം കിട്ടണില്ല. എന്നിട്ടൊരു ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സമാധാനം കിട്ടുമോ? ഇല്ല. കാരണം മാസാമാസം ഇങ്ങനെ പൈസ ആലോചിക്കുമ്പോൾ പടച്ചോനെ, ഒരു സ്വന്തമായിട്ടൊരു വീട്, ഒരു ചെറിയൊരു കുടിലായാലും കുഴപ്പമില്ല, ചെറിയ ഒരു വീടായാലും മതി, ഒരു 600 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞാലോ അവിടെ സമാധാനം കിട്ടുമോ? ഇല്ല. അടുത്തതിലേക്ക് വരും. പിന്നെ ഓരോ പരാതികൾ വരും. ആ വീടിന്റെ ഓരോ ഭാഗങ്ങൾ, പിന്നെ അതിന്റെ മെയിൻ്റനൻസും ഓരോന്നോരോന്നോരോന്ന് ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണെങ്കിലോ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ വേറെ. അതേപോലെ തന്നെ അതിന്റെ പേപ്പേഴ്സ് റെഡി ആയില്ല, ഇതിന്റെ പേപ്പേഴ്സ് റെഡി ആയില്ല, അക്ഷയയിൽ പോകണം അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോകണം, ഇങ്ങനെ പറയുമ്പോൾ അതിനു വേണ്ടി പിന്നാലെ നടക്കും. ഒരു സമാധാനമില്ല, ഒരു സമാധാനം. കറണ്ടിന്റെ വിഷയത്തില്, വെള്ളത്തിന്റെ വിഷയത്തില്, അല്ലെങ്കിൽ ചൂട് ഉള്ള സമയത്ത് അങ്ങനെ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട്. അതിനിടയിൽ ഭർത്താവിന്റെ ജോലി, ഭാര്യന്റെ അസുഖം, കാലുവേദന, എന്തെല്ലാം പരീക്ഷണങ്ങൾ. ഒരു സമാധാനമില്ല പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവ് സമാധാനത്തിൻ്റെതല്ല, ഇത് പരീക്ഷണത്തിൻ്റെതാണ്. എന്നാൽ സമാധാനമടഞ്ഞ ആത്മാവുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ മേൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് അവരെങ്ങനെ ആനയിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. മലക്കുകൾ അവരെ പ്രത്യേക അഭിവാദനങ്ങൾ നൽകിക്കൊണ്ട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. വല്ലാത്ത ഭാഗ്യവാന്മാർ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരോടാ പറയണത്, തൃപ്തിയടഞ്ഞ ആത്മാവാണ് നിങ്ങൾ, തൃപ്തിപ്പെട്ടുകൊള്ളുക എന്ന് പറയാണ്. എന്നിട്ട് അള്ളാഹു അവരോട് പറയാണ്, ഫദുഖുലി ഫി ഇബാദി, എന്നിട്ട് എൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഇബാദി, എൻ്റെ അടിമകൾ. അള്ളാഹുവിൻ്റെ ആ പദങ്ങൾ നോക്ക്. ആ സ്വർഗം കിട്ടുന്നത് അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള, തൗഫീക്ക് ലഭിച്ചിട്ടുള്ള അടിമകളാണ്. അവരെ കുറിച്ചാണ് പറയണത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വദുഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അതൊക്കെ വലിയ തൗഫീക്കാണ് പ്രിയപ്പെട്ടവരെ. നാളെ പരലോകത്ത് അങ്ങേറ്റം ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ, അവർക്കുള്ളതാണ് അള്ളാഹുവിൻ്റെ സ്വർഗം. ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കുറേ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊക്കെ എന്തായാലും സ്വർഗം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗർവോടുകൂടി ഒന്നും നടക്കണ്ട. അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം, നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കാരുണ്യത്തോടു കൂടിയാണ് സ്വർഗത്തിലെത്താൻ പറ്റുക. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ കരുണ പൊതിയാൻ, നമ്മളിൽ പൊതിയാൻ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ ഒക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.